സോ ഇതിനു മുമ്പ് CISF-ലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കുകയാണ് 8/6/2026 അപേക്ഷ തുടങ്ങിയത്. ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട സമയമായിട്ട് പറഞ്ഞിട്ടുള്ളത് 7/7/2026 ജൂലൈ 7 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ഏകദേശം നിങ്ങൾക്ക് 92,300 വരെയൊക്കെ ശമ്പളവും അതിൻ്റെ കൂടെ ആനുകൂല്യങ്ങൾ, ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ASI പോസ്റ്റുകളിലേക്ക് ഫാർമസിസ്റ്റ്, എക്സ്റേ ടെക്നീഷ്യൻ, അതുപോലെ ലാബ് ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. വേക്കൻസീസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനും പിന്നെ അപേക്ഷിക്കേണ്ട ലിങ്കും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്കും നമുക്ക് കടക്കാവുന്നതാണ്. 18 to 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അത് കൂടാതെ SC ST OBC വിഭാഗത്തിന് പ്രായത്തിലിളവുണ്ട്. SC STക്ക് 5 OBCക്ക് 3 വർഷത്തെ പ്രായത്തിലിളവും കൂടി നൽകപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സർട്ടിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ASI ഫാർമസിസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് +2 ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഫാർമസിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സണാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ASI എക്സ്റേ ടെക്നീഷ്യന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് +2 വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ്. അതുപോലെ തന്നെ 2 വർഷത്തെ ഡിപ്ലോമയും കൂടി റേഡിയോഗ്രാഫിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോസ്റ്റ് ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യന് അപേക്ഷിക്കാൻ +2 തന്നെയാണ് യോഗ്യത. 2 വർഷത്തെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ക്വാളിഫിക്കേഷനാണ് അതിൻ്റെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് ഏകദേശം 80 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഫീമെയിൽസ് ആകുമ്പോൾ 157 സെൻറ്റിമീറ്റർ ഉയരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി ST വിഭാഗത്തിലുള്ള പെൺകുട്ടികളാകുമ്പോൾ അതിൻ്റെ നോക്കുകയാണെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ ആണ് ഉയരം ചോദിച്ചിട്ടുള്ളത്. ചെസ്റ്റ് 77 വേണം. 82 സെൻറ്റിമീറ്ററിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. പെൺകുട്ടികളാകുന്ന സമയത്ത് 154 സെൻറ്റിമീറ്റർ ഉയരം മതി എന്ന് പറയുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. സോ ഇതൊരു ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആണ്. ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആയതുകൊണ്ട് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വളരെ പെട്ടെന്ന് 2-2.5 മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ലഭിക്കാനായിട്ട് പ്രോപ്പറായി നമ്മുടെ പേജുകളെല്ലാം ഫോളോ ചെയ്ത് കൂടാനായിട്ട് മറക്കേണ്ട.